അയ്യപ്പ സംഗമം നടത്തി വരുന്ന സീസണിൽ എല്ലാം കൃത്യമായി നടപ്പിലാക്കുമെന്നാണ് പിണറായി സർക്കാർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ 2 ദിവസമായി അങ്ങനെയുള്ള ഒരു കാഴ്ചയല്ല കാണുന്നത്. അവിടെ എല്ലാം തകിടം മറിയുകയല്ലേ ചെയ്തത്. അതായത് ശബരിമല തീർത്ഥാടന കാലം വൃശ്ചിക മാസം 1-ാം തീയതി ആരംഭിക്കുമ്പോൾ, അതായത് നവംബർ പകുതിയോടുകൂടി, അതിന് മുന്നോടിയായിട്ട് ഒരു 3 വട്ടമെങ്കിലും അവലോകന യോഗം നടക്കും. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. ഒന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചോ, അതല്ലെങ്കിൽ പമ്പയിൽ വെച്ചോ ഒക്കെ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും പിണറായി വിജയൻ 2016 അധികാരമേറ്റ സമയത്തും പിന്നെ ശബരിമലയിൽ വെച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ഒരു അവലോകന യോഗം പോലും നടന്നിട്ടില്ല. അപ്പോൾ പറയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായല്ലോ എന്ന്. പക്ഷേ അതിനും മുന്നേ നടത്താമല്ലോ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ട് എത്ര ദിവസമായി? എന്തുകൊണ്ട് നടന്നില്ല? അവലോകന യോഗങ്ങളും മുന്നൊരുക്കങ്ങളും നടക്കാതെ പോയത് ദേവസ്വം ബോർഡ് മുഴുവൻ, സർക്കാരും പാർട്ടിക്കാരും ഒക്കെ എന്തിൻ്റെ പിന്നാലെ പോയി? സ്വർണ്ണപ്പാളി കേസിൽപ്പെട്ട് പോയി. അതിൽ നിന്നൊക്കെ ഏതൊക്കെ തരത്തിൽ രക്ഷപ്പെടാം? അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, പുതിയ പ്രസിഡന്റ് വന്നിട്ടും ഒരാഴ്ച ആയിട്ടില്ലല്ലോ. അദ്ദേഹം വന്നതിന് ശേഷം തീർത്ഥാടന കാലം 3-4 ദിവസമല്ലേ പിന്നിടുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ എന്ത് ചെയ്തു? ഈ സ്വർണ്ണ വിവാദത്തിൻ്റെ കാര്യത്തിലേക്ക് പോയി. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ തടി രക്ഷപ്പെടുത്തുന്നതിനുള്ള തത്രപ്പാടിലേക്കാണ് പോയത്. പിന്നെ അതിനു മുമ്പ് ഇപ്പോൾ അവർ പറയുന്നത് രാഷ്ട്രപതി തുലാമാസത്തിൽ സന്ദർശനം നടത്തി. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തി എന്നാണ് പറയുന്നത്. എവിടെ നടത്തി? ഒരു കാലത്തും ശബരിമലയിൽ ഒരു മുന്നൊരുക്കം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമില്ലാതെ പോയി. അതിനു മുമ്പത്തെ വർഷം ഇതുപോലെ ഗുരുതരാവസ്ഥയായിരുന്നു. പന്തളത്ത് വന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തര് അവിടെ ഇരുമുടി സമർപ്പിച്ച് മാലയൂരി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അത് സർക്കാർ അന്ന് വലിയ ഗൗരവത്തിലെടുത്തു. പിറ്റേ വർഷം അതിൻ്റേതായ രീതിയിലുള്ള പോലീസ് സന്നാഹമൊക്കെ വിന്യസിച്ചു, കാര്യങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇക്കുറി എന്താണ്? ഇവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശ്രദ്ധ മുഴുവൻ ഭരണത്തിൻ്റെ ഒരു രക്ഷയിലേക്ക് മാത്രം പോയി എന്നുള്ളതാണ്. കാരണം ദേവസ്വം ബോർഡിലുള്ള വിശ്വാസ്യത മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ ജനങ്ങൾക്ക്? ദേവസ്വം ബോർഡിലെ പലരും ഈ കുരുക്കിലേക്ക് വീഴാൻ തുടങ്ങി എന്നുള്ളത് കൃത്യമായി അറിഞ്ഞു. അപ്പോൾ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളവരൊക്കെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം, ഇത് വൃശ്ചിക മാസം 2 ദിവസം പിന്നിട്ടതേ ഉള്ളൂ, ശബരിമലയിലെ ഇത്തരത്തിലുള്ള തിരക്ക്. പിന്നെ ശബരിമലയിലെ ഒരു കാര്യം നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് ഇന്ന് വരെയും നമ്മൾ കാണേണ്ടത് ഒന്ന്, ഏത് പ്രശ്നമുണ്ടാകുന്ന കാലത്തും എത്ര വിവാദം ഉണ്ടാകുന്നുവോ പിന്നീട് ആ വിവാദങ്ങളെല്ലാം അങ്ങോട്ട് കഴിയല്ല, ആ വിവാദങ്ങൾ നിൽക്കുന്ന തീർത്ഥാടന കാലത്തിലേക്ക് വരുമ്പോൾ പോയ വർഷത്തിനേക്കാളും 10 മടങ്ങായിരിക്കും ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം. അപ്പൊ എല്ലാ വിവാദങ്ങളെയും അതിജീവിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശബരിമലയും അയ്യപ്പനും. പരപ്പനങ്ങാടി കൃഷ്ണപ്പണിക്കർ ഒരു തട്ടിപ്പ് ജോത്സ്യനുണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, എന്താ കർണാടകത്തിലുള്ള ഒരു സിനിമാ നടി ജയമാലിനി, എന്തോ ഒരു മാലിനി, ശ്രീകോവിലിനകത്തേക്ക് കയറി എന്നൊക്കെ. എന്ത് വിഡ്ഢിത്തമാണെന്നറിയാ പറയുന്നത്. അത് ഏറെക്കാലം വലിയ വിവാദമായിരുന്നു. അത് കഴിഞ്ഞ് ആ കൊല്ലം തീർത്ഥാടന കാലത്തും വൻ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ശബരിമലയിലത്തെ ക്രൗഡ് മാനേജ്മെന്റ് ഒരു പ്രത്യേക രീതിയിൽ തന്നെ വേണം. ഇപ്പൊ IG ശ്രീജിത്ത് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ പിടി പോലും വിട്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയും തിരുപ്പതി മോഡലില് ശബരിമലയിൽ കൊണ്ടുവരണം. തിരുപ്പതി മോഡൽ എന്തായാലും നടക്കത്തില്ല. തിരുപ്പതിയിൽ നമുക്കറിയാം, പല വഴികളിലൂടെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പൈസ കൂടുതൽ അടച്ചു വരുന്നവരും ഒരു പണവും അടയ്ക്കാതെ മണിക്കൂറുകൾ നിന്ന് വരുന്നവരുമുണ്ട്. പക്ഷേ എല്ലാവർക്കും വേണ്ട തരത്തിലുള്ള സൗകര്യം കൊടുക്കും. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവർക്ക് ഒരിടത്ത് നിർത്തുന്നു, നിൽക്കുകയല്ല, അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഒരു വലിയ ഹാളായിട്ടുണ്ട്. വാഷ്റൂം, ടെലിവിഷൻ വെച്ചിട്ടുണ്ട്. സിനിമ കാണാനല്ല, തിരുപ്പതി ഭഗവാന്റെ കഥകളും ഒക്കെ പറയുന്ന വീഡിയോ അതിനകത്തൂടെ
കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഉണ്ട്, പിന്നെ വെള്ളമുണ്ട്. ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്തായാലും ശബരിമലയിൽ നടക്കത്തില്ല, കാരണം മല കയറി പോകുന്നതാണ്. ഇതിന് ഇപ്പൊ പറഞ്ഞല്ലോ അയ്യപ്പ സംഗമം നടത്തി എന്ന് പറഞ്ഞു. ഈ അയ്യപ്പ സംഗമത്തില് ഇവർ 3 സെഷനായിട്ടാണ് തിരിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വേദികൾ ഉണ്ടായിരുന്നു. ഒന്ന് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ, പിന്നെ അത് കഴിഞ്ഞ് മറ്റൊന്ന് ഈ തീർത്ഥാടക ടൂറിസം എന്ന് പറഞ്ഞൊന്ന്, മറ്റൊന്ന് ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെന്റ്. ഈ 2, അതായത് മെയിൻ വെന്യൂ കഴിഞ്ഞാൽ മറ്റ് 2 വെന്യൂവിലും ആരുമില്ലായിരുന്നു. അപ്പം അയ്യപ്പ സംഗമത്തിൽ ഞാൻ പോയതാണ്, ഈ 3 വേദിയിലും ഞാൻ കടന്നു നോക്കിയതാണ്. മറ്റ് 2 വേദികളിൽ ആരുമില്ല. ഈ വേദിയിൽ ഇരിക്കുന്ന 3-4 പേരുണ്ട്, അവിടെ ഫ്രണ്ടിൽ മൈക്ക് ഓപ്പറേറ്റർമാരും അതിൻ്റെ ബാഡ്ജ് കുത്തി നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മാത്രമുണ്ട്. പ്രധാന വേദിയിൽ പിന്നെ എപ്പോഴും കുറച്ച് ആൾക്കാർ മുമ്പിൽ കാണുമല്ലോ. അല്ലാതെ അവിടെ കാര്യമായി ഒന്നും നടന്നില്ല. മാസ്റ്റർ പ്ലാനിന്റെ ചർച്ച നടന്നത് കെ ജയകുമാറിന്റെ അധ്യക്ഷതയിലാണ്. ക്രൗഡ് മാനേജ്മെന്റ് അവിടെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു, പഴയ DGP മുടക്കിയിട്ട് ഒരു പ്രയോജനമില്ല. ക്രൗഡ് മാനേജ്മെന്റ് ചർച്ച ചെയ്യുക എന്ത്, ഈ മാസ്റ്റർ പ്ലാൻ തന്നെ ഇവരെന്താണെന്നറിയാമോ പറയുന്നത്? ഇതിന് തൊട്ടു മുമ്പ് ഇടത്താവളങ്ങൾ കൊണ്ടുവരണം. ഇതെന്ത് ചെയ്യുന്നറിയാമോ? സ്പോട്ട് ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് വരുന്നവർക്കല്ല, കാരണം ആരും നിരാശരാക്കി വിടാൻ പാടില്ല. ശബരിമലയാണ്, അവിടെ വരുന്ന ഉടനെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ദർശനം നടത്തി പോവുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് കടത്തി വിടുക. എന്നിട്ട് നമ്മൾ തിരുപ്പതി മോഡലൊന്നും ഇവിടെ നടക്കത്തില്ല, ചെയ്യുകയുമില്ല അവര്. ഇതിങ്ങനെ നിൽക്കുകയാണ്. ആലോചിച്ച് നോക്ക്, വടം കെട്ടി നിർത്തിയിരിക്കുകയാണ്. കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കുന്നവരുണ്ട്, പ്രായമായ മാളികപ്പുറങ്ങളുണ്ട്, അല്ലേ? ഈ ഒരേ നിൽപ്പാണ്. കഴിഞ്ഞ ദിവസം 8 മണിക്കൂർ നിന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് വിടുക. ഇത് പിന്നെ 18ാം പടി ഇവരുടെ കണക്കനുസരിച്ച് 1 മിനിറ്റിൽ 80-90 പേർ കയറണം. 1 മിനിറ്റിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് 1 മിനിറ്റിൽ 40-50 പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. ഈ പടി കയറുമ്പോൾ 2 ഭാഗത്തും പോലീസുകാർ നിൽപ്പുണ്ട്. ഇത് നല്ല പരിശീലനം സിദ്ധിച്ചവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മളറിയത്തില്ല, 1ാമത്തെ പടി അങ്ങോട്ട് നമ്മൾ ചവിട്ടുകയും പിന്നെ മുകളിലെത്തുകയും ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഒക്കെ എടുത്താൽ കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ഒഴുകുകയാണ്. അതിനകത്ത് ഈ നോക്കണം, 40-50 ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പകുതിയോളമേ കയറിയിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ അത്രയും ക്യൂ നീണ്ടുപോയി. കഴിഞ്ഞ ദിവസം 3 കിലോമീറ്റർ വരെ പിന്നെ ക്യൂ പോയെന്ന് പറയുന്നു. അപ്പോൾ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നീലിമല വരെ ക്യൂ നിൽക്കുകയാണ്. ആദ്യത്തെ മലയാണ് നീലിമല. ശബരിമലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 2 സന്നദ്ധ സംഘടനകളുണ്ട്. ഒന്ന് അയ്യപ്പ സേവാ സംഘം, അതിന് 75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അയ്യപ്പ സേവാ സമാജം. അയ്യപ്പ സേവാ സംഘത്തിൽ കൂടുതലും കോൺഗ്രസ്സുകാരാണ്. തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട്. അയ്യപ്പ സേവാ സമാജം BJP-കാരാണ്. കുമ്മനം രാജശേഖരനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാന മണ്ഡപവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ അടപ്പിച്ചു. പിന്നെ അവരെ അങ്ങോട്ട് കൂടുതൽ അടുപ്പിക്കാതിരിക്കുക. ഇവർ കുടിവെള്ളം ഇതെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. അയ്യപ്പ സേവാ സമാജത്തെയും കൂടുതൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഇവർക്ക് ദോഷകരമാണ്. ദേവസ്വം ബോർഡ് ചെയ്യുന്നുമില്ല. കുടിവെള്ളം കിട്ടാതെ 8 മണിക്കൂറും 9 മണിക്കൂറും ഒക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ വലിയൊരു ദുരന്തം, ശബരിമലയെ തകർക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ശബരിമലയിൽ ഏത് വിഷയമുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകും എന്നുള്ളത് അത് അയ്യപ്പനിൽ നിന്ന് കിട്ടുന്ന ഒരു കാരുണ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ ഇതിനോടെ കാണിക്കുന്നത്, ഇവിടുന്ന് കിട്ടുന്നത് മുഴുവൻ വാരിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ. പിണറായി വിജയൻ 2016 അധികാരമേറ്റപ്പോൾ പറഞ്ഞത് ശബരിമലയിൽ നിന്ന് പണം വാരാം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടവരവ്, സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനം, ഇതൊക്കെ നോക്ക്. നടവരവിലെ അല്പമെങ്കിലും അവിടുത്തെ വികസന കാര്യങ്ങൾ, വികസനം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ബിൽഡിംഗ് കെട്ടാനല്ല പറയുന്നത്, സുഗമമായ ദർശന സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി ഇവർ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. അത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം പോലും സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.